നമസ്കാരം. ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിക്കുമെന്ന ധനമന്ത്രിയുടെ പ്രഖ്യാപനം വെറും ഇലക്ഷൻ സ്റ്റണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മന്ത്രി KN ബാലഗോപാലനാണ് ജൂൺ 20-ന് പെൻഷൻ വിതരണം തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചത്. എന്നാൽ പെൻഷൻ വിതരണം ചെയ്യാനുള്ള ഉത്തരവ് പോലും ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. തിരഞ്ഞെടുപ്പ് കാലത്തെ കൈക്കൂലിയാണ് ക്ഷേമ പെൻഷൻ എന്ന AICC സംഘടനാ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഇടതുമുന്നണി നേതാക്കൾ അന്ന് രൂക്ഷമായ പ്രതികരണം നടത്തിയിരുന്നു. മാത്രമല്ല, ഈ വിഷയം നിലമ്പൂരിൽ സജീവ ചർച്ചയാവുകയും ചെയ്തു. തിരഞ്ഞെടുപ്പിന് 3 ദിവസം മുമ്പാണ് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ 20-ന് വിതരണം ചെയ്യുമെന്ന പ്രഖ്യാപനമുണ്ടായത്. ധനമന്ത്രി ബാലഗോപാൽ ഫേസ്ബുക്കിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചിരുന്നത്. പക്ഷേ സാമ്പത്തിക പരാധീനത കാരണമാവാം പെൻഷൻ വിതരണത്തിനുള്ള നടപടിക്രമങ്ങളൊന്നും ഇതുവരെ പൂർത്തിയായിട്ടില്ല. നിലമ്പൂരിൽ KC വേണുഗോപാലിന്റെ പ്രസ്താവന വലിയ വിവാദമാക്കിയ ധനമന്ത്രിക്ക് പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല എന്നത് വലിയ തിരിച്ചടിയാണ്. ഒരു രാഷ്ട്രീയ നേതാവും പറയാൻ പാടില്ലാത്ത പരാമർശങ്ങളാണ് KC വേണുഗോപാൽ നടത്തിയതെന്നായിരുന്നു മന്ത്രി ബാലഗോപാൽ പറഞ്ഞത്. കേരളത്തിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന 62 ലക്ഷം ആളുകൾ വെറും മണ്ടന്മാരല്ല. ജനങ്ങളെ വില കുറച്ച് കാണരുതെന്നും പറഞ്ഞ മന്ത്രിക്ക് തൻ്റെ വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല എന്ന ആരോപണം പ്രതിപക്ഷവും ഉന്നയിച്ചു തുടങ്ങി. പെൻഷൻ വിതരണം തുടങ്ങേണ്ട ദിവസമായിട്ടും ഇത് സംബന്ധിച്ച സർക്കാർ ഉത്തരവ് പോലും പുറത്തിറങ്ങിയിട്ടില്ല എന്നത് ഒട്ടേറെ സംശയങ്ങൾക്കിടയാക്കുന്നുണ്ട്. ഇന്നിനി ഉത്തരവിറങ്ങിയാലും തിങ്കളാഴ്ച മുതലേ പെൻഷൻ വിതരണം സാധ്യമാവുകയുള്ളൂ. പെൻഷൻ ആവശ്യമായ പണം കണ്ടെത്താൻ ധനവകുപ്പിന് കഴിയാത്തതാണ് വിതരണം അനിശ്ചിതത്വത്തിലാക്കാൻ കാരണമെന്നാണ് വിവരം. ഒരു മാസത്തെ പെൻഷൻ വിതരണത്തിന് 950 കോടി രൂപയാണ് വേണ്ടിവരുന്നത്. ധനമന്ത്രി പ്രഖ്യാപനം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വാഗ്ദാനം മാത്രമായിരുന്നു എന്ന വിമർശനം ഇപ്പോൾ ശക്തമാവുകയാണ്. വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ പെൻഷൻ വിതരണത്തിൽ തീരുമാനമാകാത്തത് ഗുണഭോക്താക്കളെയും ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ബാലഗോപാൽ, താങ്കൾക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ? നിങ്ങൾ പറഞ്ഞു കളിയാക്കുന്നത് പ്രായം ചെന്ന ആൾക്കാരെയാണ്. നടത്താൻ കഴിയില്ലെങ്കിൽ പറയരുത്. വെറുതെ പാവങ്ങൾക്ക് ആശ കൊടുക്കരുത്. ഈ ഇല്ലായ്മയിലും മുഖ്യൻ്റെ PRO സ്റ്റാഫുകൾക്ക് ശമ്പളം കൂട്ടാൻ അറിയും അല്ലേ? കഷ്ടം ബാലഗോപാൽ, കഷ്ടം. പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരരുത്. അതേ പറയാൻ കഴിയുന്നുള്ളൂ.